ഹലോ ഗൈസ്, നമ്മൾ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും മിക്കുവും ഏട്ടനും മാത്രമുള്ളൊരു സ്പെഷ്യൽ ട്രിപ്പായിരുന്നു. ഞങ്ങൾ മൂന്നാളായിട്ട് ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് പോകുന്ന വഴിക്കെങ്കിൽ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ. പിന്നെ റീൽസൊക്കെ കണ്ടിട്ട് അവിടെ ഭയങ്കര മഞ്ഞ് വീഴ്ചയാണ് കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചൊക്കെയായിരുന്നു പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും ഒരു മഞ്ഞും ഉണ്ടായിരുന്നില്ല ഗൈസ്. എങ്കിലും അവിടെ എത്താനായപ്പോൾ തന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാളും സ്വെറ്ററൊക്കെ ഇട്ട് റെഡിയായി. അതിലെ ഒരു ഊട്ടി വേഷമാണ് ഈ കാണുന്നത്. നമ്മുടെ മിക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ സോക്സ് ഇടാന്ന് പറഞ്ഞിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു. ഈ വഴിയിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത് കാണുന്ന കാഴ്ച ഊട്ടി ടൗൺ ആണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു ടൗൺ എത്തുന്നവരുള്ള. വണ്ടി ഓടിച്ച് മതിയായപ്പോൾ ഏട്ടന് ചെറിയൊരു ക്ഷീണം. നമ്മളപ്പോൾ വണ്ടി സൈഡ് നിർത്തിയപ്പോൾ ഭയങ്കര വലിയ കാഴ്ചകളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ കാണുന്നത് മൊത്തം പുല്ലൊക്കെ ഉണങ്ങി പോയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ പുല്ലുകളെല്ലാം ഉണങ്ങിപ്പോയിരിക്കുകയാണ് കേട്ടോ. പകുതി മരങ്ങൾ പോലും എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഇലകളെല്ലാം ഉണങ്ങിപ്പോയിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. But it's the best way to go. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം നമ്മളുടെ മഞ്ഞിൽ ഉണങ്ങിപ്പോയതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഊട്ടിയിലൊരു പുതിയ സ്ഥലം കാണാനായിട്ട് പോവാണ്. പായ്ക്കര വാട്ടർഫാൾസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡാമുണ്ട്. ആ ഡാമിന്റെ ഒരു വ്യൂ ആണ് നമ്മൾ. ഉണങ്ങി നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇലകളും മരങ്ങളും എല്ലാം വേനൽക്കാലം ആകുമ്പോൾ ഉണങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഊട്ടിയിൽ ഇങ്ങനെ ഒരു വ്യൂ കാണുന്നത്. വഴിയിൽ ഫുള്ളും ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ടായിരുന്നു. ഊട്ടിയാണെന്ന് പറയേയില്ല ഗൈസ്. പല സിനിമകളും അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത്. ഏത് സിനിമയാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവിടെ ഷൂട്ടിംഗ് സ്പോട്ടാണ്. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോയതുമില്ല. ആ കുന്ന് മുഴുവൻ മേലെ കയറണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അധികം അങ്ങോട്ട് പോയില്ല. നേരെ നമ്മൾ വാട്ടർഫോൾസ് കാണാനാണ് പോയത്. ശിവന്റെ മുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസ് കാണാൻ എത്തിയിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ ഫുൾ ഫോണിൽ തന്നെയാണ്. ഓരോ ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫുൾ ബിസി. കാർ ഇറങ്ങിയിട്ട് നമ്മുടെ വാട്ടർഫോൾസിലേക്കായിട്ട് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. അവിടെ പോയപ്പോൾ ചെറിയൊരു സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിക്കു ഫുൾ ഹാപ്പിയാണ്.
ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ so we can try again. Likes me, like you. The crowd is hungry, the taste of life. കണ്ണൊക്കെ അടഞ്ഞു പോയായിരുന്നു, അത്രയും വെയിലായിരുന്നു. Higher, learn your fake post, how you're crying. Feel the wisdom floating over your hands, and I feel alright. When I see you and I coming together to another dimension, we can improve our lives. Never been. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.